നിങ്ങൾ ഏതെങ്കിലും ഈ വരുമാനം കുറഞ്ഞു വരുന്ന ഏതെങ്കിലും സെക്ടറിനെ കുറിച്ച് പറഞ്ഞു? ഇവിടെ എന്തുമാത്രം ഭക്ഷണശാലകൾ അനുദിനം വർദ്ധിക്കുന്നുണ്ട്. നിങ്ങളൊരു ടാക്സിൻ്റെ നെറ്റ്വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാക്സേഷൻ എങ്ങനെയാണ്? കൂടുതൽ ടാക്സ് ഈടാക്കുകയല്ല, ടാക്സിൻ്റെ നെറ്റ്വർക്ക് വൈഡൻ ചെയ്യാണ്. ടാക്സിൻ്റെ നെറ്റ്വർക്ക് വൈഡൻ ചെയ്യാൻ എന്ത് സംഭവം എടുത്തു? കഴിഞ്ഞ വർഷം തമിഴ്നാട് സർക്കാർ UPI ട്രാൻസാക്ഷൻ ഡാറ്റ വിശകലനം ചെയ്ത് GST രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്കെതിരായി നടപടി സ്വീകരിച്ചു. GST രജിസ്ട്രേഷൻ ഇല്ലാത്ത എത്ര പേരുടെ കച്ചവടം നടന്നുണ്ട്? ഒരു ഡാറ്റ അനലൈസ് ചെയ്തിട്ട് തമിഴ്നാട് ചെയ്ത എത്ര രൂപയുടെ വരുമാനം അവർക്ക് കൂടിയെന്നറിയാമോ? ഇതൊരു നടപടി എടുക്കുന്നില്ല. ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ നിന്ന് ഡാറ്റ ശേഖരിച്ച് വിശകലനം നടത്തി ടാക്സ് പെയർ സർവീസ് സർക്കിളുകൾക്ക് കീഴിൽ ഒരു സർവേ നടത്തിയാൽ മാസം ഒരു 10 രജിസ്ട്രേഷൻ പുതിയതെടുപ്പിച്ചാൽ കിട്ടുമല്ലോ, നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുമല്ലോ. എത്രമാത്രം സ്ഥാപനങ്ങൾ വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഒരു കണക്കും ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കീപ്പ് ചെയ്യുന്നില്ലേ? അവിടെ നിന്ന് അതെടുത്ത് അത് അനലൈസ് ചെയ്ത് ടാക്സ് വർദ്ധിപ്പിക്കണ്ടേ? ഞാൻ ഏറ്റവും കൂടുതൽ സർക്കാരിനെ വിമർശിക്കുന്നത് നികുതി പിരിക്കുന്ന കാര്യത്തിൽ ദയനീയമായ പരാജയം. ഈ നമ്മളിവിടെ എത്ര പ്രാവശ്യം പറഞ്ഞു, എത്ര ബാറുണ്ട് കേരളത്തിൽ? 900ഓളം ബാറുണ്ട്. ബാറുകളിൽ നിന്നുള്ള TOT ടേൺ ഓവർ ടാക്സ് കുറഞ്ഞു വരിക, എന്നിട്ട് പറഞ്ഞ് നടപടി സ്വീകരിക്കുമെന്ന് പറയും. ഈ പ്രാവശ്യം എത്ര ബാറിലാണ് പരിശോധന നടത്തിയെന്ന് അറിയാം? 2023-24 2017-18 തൊട്ട് നോക്കുമ്പോൾ 2023 ആകെ 18 ബാറിലാണ് പരിശോധന നടത്തിയത്. 900 ചില്ലാൻ ബാറുണ്ട്. അതായത് നമുക്ക് കറക്റ്റ് കണക്കുണ്ട്. ബിവറേജ് കോർപ്പറേഷനിൽ നിന്നാണ് ബാറുകളിൽ ലിക്കർ വാങ്ങിക്കുന്നത്, അതിൻ്റെ കണക്കുണ്ടല്ലോ ബിവറേജിൽ. എന്നിട്ട് ഇവരെ ഒരു പെഗ്ഗിന് 200 രൂപയ്ക്കോ 250 രൂപയ്ക്കോ വിറ്റാൽ ഇവർ 50 രൂപയാണ് എഴുതിയെടുക്കുന്നത്. അപ്പോൾ ടേൺ ഓവർ കുറഞ്ഞില്ലേ? 5-1 ഒരു ദിവസം 3 ലക്ഷം 4 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു ബാറിൻ്റെ ടേൺ ഓവർ അവർ കാണിക്കുന്ന 1 ലക്ഷമായിട്ടാണ്. അപ്പോൾ ഒരു മാസം എത്ര രൂപയായി? ഒരു വർഷം എത്രയായി? എത്ര കോടി രൂപയായി? അപ്പോൾ 900 ബാർ കൂടുമ്പോഴോ? നിങ്ങളോട് ഞങ്ങൾ ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു? നിങ്ങൾ എന്നിട്ട് ഇപ്പോഴും 18 ആരെ നിങ്ങൾ സന്തോഷിപ്പിക്കാനാ? ആരെ തൃപ്തിപ്പെടുത്താൻ ഇതൊക്കെ ചെയ്യാത്തത്? സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് വരുമാനം വരേണ്ട ഒരു ഏരിയയല്ലേ? ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞു മടുത്തു. ഗോൾഡിൻ്റെ കാര്യം ഒന്നും ചെയ്യില്ല, ഒരു നടപടി എടുത്തില്ല. 6-7 കോടി രൂപയുടെ നഷ്ടം ഒരു പെർ ഇയർ ഗോൾഡിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ കിട്ടിയാലല്ലേ ഈ വികസന പ്രവർത്തനങ്ങളും ഈ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒടുക്കത്തെ പ്ലാൻ കട്ടാണ്. പ്ലാൻ സൈസ് കട്ട് ചെയ്യുക. ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് അവിടെ സബ്സിഡി റേറ്റിൽ സാധനങ്ങൾ കൊടുക്കണ്ടേ? ഇപ്പോൾ വച്ചിരിക്കുന്ന പൈസ മതിയോ? കടം തീർക്കാൻ പറ്റുമോ? ഇപ്പോൾ വച്ചിരിക്കുന്ന ഈ വർഷം വെച്ചിരിക്കുന്ന പൈസ നിങ്ങൾക്ക് കടം തീർക്കാൻ പറ്റുമോ? നിങ്ങൾ കാരുണ്യ ബെനവലൻ്റ് സ്കീമിനും ഈ വർഷം വെച്ചിട്ടുണ്ട്. ഈ വർഷം വെച്ചേക്കണ പൈസ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ഇതുവരെയുള്ള കടം തീർക്കണതിൻ്റെ പകുതി പൈസ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പരിപാടി ഫ്രീസ് ചെയ്യപ്പെട്ടു പോയി എന്നുള്ളതാണ്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്ന കാര്യമാണ് ഇതെല്ലാം പറഞ്ഞത്. ഇപ്പോൾ GST കൗൺസിലിൽ കേരളം ആവശ്യപ്പെട്ട പ്രകാരമാണ് നമുക്ക് ബിസിനസ് ടു ബിസിനസ് സ്വർണ്ണ ഇടപാടുകൾക്ക് E-Way ബില്ല് കൊണ്ടുവന്നു. E-Way ബില്ല് കൊണ്ടുവന്നിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണ്. ജനുവരി 25 മുതൽ മാത്രം അത് കേരളം ആവശ്യപ്പെട്ട് നിശ്ചയിച്ച 2 ലക്ഷം എന്നത് 10 ലക്ഷം ഉയർത്തി. ഇത്രയും നഷ്ടം സംഭവിക്കുന്ന സ്വർണ്ണ വ്യാപാര മേഖലയിൽ എന്നിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ട് നിങ്ങളത് നടപ്പാക്കിയത്? 1.5 കൊല്ലം. നമ്മൾ ആവശ്യപ്പെട്ട കാര്യമോ GST കൗൺസിൽ E-Way ബില്ല് വേണമെന്ന്? എന്നിട്ട് അവർ തീരുമാനം എടുത്തിട്ട് 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. ഇനി എല്ലാ റിപ്പോർട്ടും റാങ്ക് കിട്ടിയ കാര്യമൊക്കെ എല്ലാവരും പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ ബജറ്റിനെ കുറിച്ചല്ലേ? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഫസ്റ്റ് പാരഗ്രാഫാണ് എൻ്റെ ടോപ്പിക്. ഫസ്റ്റ് പാരഗ്രാഫ് സന്തോഷ വാർത്തയാണ്. എൻ്റെ തീമെന്ന് അതാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ. സാർ, 2025 പുറത്തിറക്കിയ 2023 വർഷത്തെ പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയുണ്ട്. അതായത് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് നീതി ആയോഗ് ഇറക്കിയിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ 18 പ്രധാന സംസ്ഥാനങ്ങളുടെ നിരയിൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താണ്? 15ാമതാണ്. വളരെ പരിതാപകരമായ അവസ്ഥയാണ്. അതായത് ധനവിനിയോഗത്തിലെ കാര്യക്ഷമത, വരുമാന സമാഹരണം, സാമ്പത്തിക അച്ചടക്കം, വായ്പയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡെറ്റും GSTPയും തമ്മിലുള്ള റേഷ്യോ, ഡെറ്റ് ഇൻഡെക്സ്, കടം താങ്ങാനുള്ള പരിധി തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ച് 18 സംസ്ഥാനങ്ങളിലെ ഫിസ്ക്കൽ ഹെൽത്ത് സ്റ്റാറ്റസ് പരിശോധിച്ചപ്പോൾ സാമ്പത്തിക ആരോഗ്യം കേരളത്തിൻ്റെ ഇത് 15ാമതാണ്. 15. വേറെ ഏതോ 1-2 സ്റ്റേറ്റാണ് പുറകിലുള്ളത്. ഇതാണ് സ്ഥിതി. അപ്പോൾ ഈ GSTP കടം അനുപാതം 2018-19 30.7 എപ്പോഴും നമ്മളൊരു
സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യം നമ്മൾ അളക്കുന്നത് GSDP ഡെറ്റ് റേഷ്യോ 2018-19 എത്രയായിരുന്നു? 30.7%. കടവും GSDPയും തമ്മിൽ. പണ്ട് തോമസ് ഐസക്ക് സ്ഥിരമായിട്ട് പറയും, നിങ്ങൾക്ക് എന്താ പേടിക്കേണ്ടത്? ഡെറ്റ് GSDP റേഷ്യോ നോക്കിയാൽ പോരെ. ആ ഡെറ്റ് GSDP റേഷ്യോ നോക്കിയാൽ ഇക്കോണമി വളരുന്നതനുസരിച്ച് കടത്തിൻ്റെ റേറ്റ് വളരും. ഇവിടെ കടത്തിൻ്റെ തുക മാത്രമല്ല വർദ്ധിച്ചത്, ശതമാനം വർദ്ധിക്കുകയാണ്. മനസ്സിലായില്ലേ? റേഷ്യോ വർദ്ധിക്കുകയാണ്. 30.7% ഉണ്ടായിരുന്ന ഡെറ്റ് റേഷ്യോ 37.6 37.6. ഇതാണ് ആരോഗ്യമുള്ള കുഞ്ഞ്. ഇതാണ് ആരോഗ്യം. പരിതാപകരമായ ഇൻഡിക്കേറ്ററാണ്, ഫിസിക്കൽ ഇൻഡിക്കേറ്ററാണ് GSDP. ഈ ഡെറ്റ് റേഷ്യോ, കടത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഷോക്കിംഗ് ആണ്. അത് സന്തോഷ വാർത്ത. പിന്നെ മൂലധന ചെലവ് വാർഷിക വർധന കുറഞ്ഞു. 2022-23 കുറഞ്ഞു. ഞാൻ എല്ലാം വായിക്കുന്നില്ല സമയക്കുറവ് മൂലം. ഇതാണ് ഇതിൻ്റെ സ്റ്റേജ്. ഇപ്പോൾ കുടിശ്ശിക, കരാറുകാർക്ക് കുടിശ്ശിക അപ്ഡേറ്റഡ് അല്ല, 10,000-ലേറെ കോടി രൂപ. ഉച്ചഭക്ഷണ കുടിശ്ശിക 75 കോടി. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് 700 കോടി മരുന്ന് വാങ്ങിയത്, മരുന്നില്ല. കാരുണ്യ സുരക്ഷാ പദ്ധതി 1200 കോടിയും 350 കോടി സ്വകാര്യ ആശുപത്രികൾക്കും. അത് ഈ വർഷം വരുത്തിയിരിക്കുന്നത് വകവച്ചിരി 1550 കോടി രൂപ ഒരു കടം മാത്രം. ഈ വർഷം വെച്ചിരിക്കുന്നത് 700 കോടിയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപ ആക്കുമെന്ന് പറഞ്ഞു. നെല്ല് സംഭരിച്ചതിൻ്റെ പൈസ 128 കോടി അല്ലേ? 128 കോടി കിട്ടാൻ ഉണ്ടല്ലോ. എല്ലാവർക്കും, സപ്ലൈകോ വിതരണക്കാർക്ക്, കർഷകർക്ക് നൽകാനുള്ള തുക വളരെ തുകയാണ്. ഇത് കടാശ്വാസ കമ്മീഷൻ, നിങ്ങളുടെ റെക്കമെൻഡേഷൻസ് കംപ്ലീറ്റ് പോയി. ഇപ്പോൾ ബാങ്കുകൾ അവരുടെ ആധാരം കൊടുക്കുന്നില്ല. നിങ്ങൾ വെൽഫെയർ ആക്ടിവിറ്റീസ്, ആശ്വാസ കിരണം പദ്ധതി, നേരത്തെ രാവിലെ പറഞ്ഞതുപോലെ ക്ഷേമനിധി പദ്ധതികൾ എല്ലാം എടുത്തു. അതിന് കൂടെ ഈ ഞെട്ടിപ്പിക്കുന്ന ഈ പ്ലാൻ കട്ടുകൂടി. മന്ത്രിയെ എപ്പോഴും നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടയ്ക്ക് പറയും, നിങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ടെന്ന് പറയും. അപ്പം ഞാനോർത്ത് ഇതൊരു ഭയങ്കരമായ ഒരു സംഭവം. പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു കൗശലം നിറഞ്ഞൊരു വലിയ സാമ്പത്തിക മാനേജ്മെൻറ്റ് തന്ത്രമായിരിക്കും ധനകാര്യമന്ത്രി പറയുന്നതാണ്. ഇപ്പോഴാണ് മനസ്സിലായത് പ്ലാൻ ബി എന്ന് പറയുന്നത് പ്ലാൻ കട്ടാണെന്ന്. 50% പ്ലാൻ കട്ട്. പ്ലാൻ സി കട്ടാവുന്നത്. പ്ലാൻ ബിയിൽ നിന്ന് പ്ലാൻ സി, പ്ലാൻ കട്ടാണ്. ഇതാണ് പ്ലാൻ ബി. ഇതാണ് സ്റ്റേറ്റിൻ്റെ സംഭവം. സർ, ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഒരുപാട് പേര് സംസാരിച്ചെങ്കിലും 2 കാര്യം മുഖ്യമന്ത്രിയുടെ കൂടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. സാർ, ഇന്നും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. അപ്പോൾ ഈ ആഴ്ച 5 പേരായി. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 4 പേരായി മരിക്കുന്നു. വലിയ ഭീതിയാണ്. അടിയന്തരമായി മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് എന്തെങ്കിലും റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഉണ്ടാക്കുകയോ, അല്ലെങ്കിൽ ആനകൾ ചൂടായിട്ട് വീണ്ടും ഇറങ്ങും, ചൂട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ആഹാരമോ വെള്ളമോ കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഒരു ഗവൺമെൻറ് ദയവ് ചെയ്ത് ഗവൺമെൻറ് ആക്ട് ചെയ്യണം. ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാകണം. ആളുകൾക്കൊരു കോൺഫിഡൻസ് കൊടുക്കണം. ആളുകൾ അവർ തിരഞ്ഞെടുത്ത ജനങ്ങൾ, അവർക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരാഗ്രഹിക്കുന്നത് അവർ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രസൻസാണ്. ദൗർഭാഗ്യവശാൽ അതില്ല. ഇവിടെ വി ജോയി പറഞ്ഞ് ഞങ്ങൾ മലയോര സമരയാത്ര നടത്തിയത് പാർട്ടിയിലെ കാര്യം കൊണ്ടാണ്. അവിടെ ഒന്നും ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ജോയിക്ക് അറിയില്ല എന്നിട്ടാണ്. ജോയി മലയോരത്ത് പോകാത്തതുകൊണ്ടാണ്. സങ്കടങ്ങളാണ്, കണ്ണുനീരാണ്, വിഷമമാണ്, പ്രയാസമാണ്. ഈ ബജറ്റും കഴിഞ്ഞ പ്രാവശ്യവും കട്ട് ചെയ്തു, പ്ലാൻ കട്ട് ചെയ്തു, ബജറ്റ് അലോക്കേഷൻ കട്ട് ചെയ്തു. വച്ചിട്ട് കാര്യമില്ലല്ലോ, പൈസ മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആ പണം കൺവെൻഷനലായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ പണം കൊടുക്കുന്നില്ല. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഒന്നും ചെയ്തില്ല. അവർക്ക് പൈസ കൊടുത്തിട്ടില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഞാൻ സീരിയസ് ആയിട്ട് പറയാം, പൈസ കൊടുത്തിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫെൻസിങ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, കിടങ്ങ് കുഴിക്കാൻ പറ്റുന്നില്ല, ഹാങ്ങിങ് ഫെൻസിങ് പറ്റുന്നില്ല, റെയിൽ ഗാർഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പരിതാപകരമായ അവസ്ഥ. കൃഷി മുഴുവൻ തകർന്ന് തരിപ്പണമായി വലിയ പ്രയാസത്തിൽ നിൽക്കുകയാണ്. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, അങ്ങ് മുനമ്പത്തെ ആ വഖഫുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അങ്ങ് ഉറപ്പ് കൊടുത്താണ് അത് പരിഹരിക്കും ശാശ്വതമായി. അത് മുൻകൈയെടുത്ത് അത് ശാശ്വതമായി പരിഹരിക്കണം. അതൊരു സാമൂഹ്യ സംഘർഷത്തിലേക്ക് പോകരുത്. ഈ സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള വഖഫ് ബോർഡ് ചെയർമാൻ ഇന്നലെയായിട്ട് വളരെ മോശമായിട്ടുള്ള സംസാരം നടത്തി. നിങ്ങളൊരു കമ്മീഷൻ വെച്ചു, ആ കമ്മീഷൻ കോടതി ഇടപെട്ട് അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു കമ്മീഷൻ ഫാക്ട് ഫൈൻഡിങ് ആണെന്ന് കോടതി പറഞ്ഞു ഇല്ലേ? ഫാക്ട് ഫൈൻഡിങ് ആണ് കമ്മീഷൻ എന്ന് പറഞ്ഞു. ഒരു ഫാക്ട് ഫൈൻഡിങ് ഒരു കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വഖഫ് ബോർഡ് ചെയർമാൻ ഇതുപോലെ പ്രകോപനപരമായ കാര്യങ്ങൾ പറയാമോ? അങ്ങ് അവരോട് നിയന്ത്രിക്കണം. ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള കേസാണ്. ഗവൺമെൻറ് ഇടപെട്ട് അങ്ങ് കൊടുത്ത വാക്കാണ് അവർക്ക്.
അവരെ കുടിയിറക്കില്ലെന്നും അവർക്ക് പെർമനന്റ് ടൈറ്റിൽ അവിടെ കൊടുക്കുമെന്നും. മുനമ്പത്ത് താമസിക്കുന്ന ആളുകളുടെ ഈ അനിശ്ചിതാവസ്ഥ പരിഹരിച്ച് അവർക്കൊരു പെർമനന്റ് ടൈറ്റിൽ കൊടുക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം. ഞങ്ങൾ ആ കാര്യത്തിലുള്ള പൂർണ്ണമായ പിന്തുണ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. സാമൂഹ്യ സംഘർഷം ഈ വിഷയത്തിൻ്റെ പേരിൽ തീർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഒരുമിച്ച് നേരിടണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. അങ്ങയുടെ ഇടപെടൽ ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. സർ, ഞാൻ വേറെ ഒന്നിലേക്ക് കുറിച്ച് പറയുന്നില്ല. ഞാൻ അവസാനം ശൈലജ ടീച്ചർ കോൺഗ്രസ്സിൽ 5-6 മുഖ്യമന്ത്രിമാരാണ് നശിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ആരും അല്ല പറഞ്ഞോട്ടെ പ്ലീസ്. ഞങ്ങൾ ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ പറയണ്ടേ, ഞാനല്ലേ ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കവുമില്ല. ഞങ്ങളെല്ലാം കുറച്ച് പുറത്തുള്ള ആളുകൾ കുറേ നെറേറ്റീവ് കുറേ മീഡിയ കൂടി ഞങ്ങളൊന്നും തമ്മിലൊരു തർക്കമില്ല. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ടാണ് പോകുന്നത്. പിന്നെ ശൈലജ ടീച്ചർക്ക് വലിയ വിഷമം ഉണ്ടാവും. കാരണം എന്താ അറിയോ, ശൈലജ ടീച്ചർ ഒരു PR ഏജൻസിക്ക് വെച്ച് മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങിയതുകൊണ്ടാണ് ട്രഷറി ബെഞ്ചിൽ ഇരിക്കേണ്ടിയിരുന്ന അവരിപ്പോൾ ആ ബെഞ്ചിലിരിക്കണം. അതിന് ഞങ്ങളുടെ മീതെ കയറരുത് ദയവ് ചെയ്ത്.